എല്ലാവർക്കും നമസ്കാരം. ഇന്നലത്തെ എപ്പിസോഡ് ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡയുടെ നോറയുടെ ദുഃഖവും ആണ് ഇന്നലത്തെ എപ്പിസോഡിലെ ഹൈലൈറ്റ് സാധനം. അതിലോട്ടൊക്കെ വരാം. അതിനു മുന്നേ ഇന്നലെ തന്നെ തുടക്കം തലേ ദിവസം രാത്രിയിലൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് തുടക്കം. ഈ മറ്റേ ഗബ്രി നാളെ എന്തോന്നടേ അവന്റെ പേഴ്സണൽ സ്പേസ് അടി പേടിച്ചിട്ടാണ് ഈ പേഴ്സണൽ സ്പേസ് കിടന്ന് വിളിക്കണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തോന്ന് വന്നാലും അവന്റെ പേഴ്സണൽ സ്പേസ്. ഇന്നലെ സത്യം പറഞ്ഞ രാത്രി അവിടെ വൻ അടി ബഹളം നടക്കുമ്പോഴും നമ്മളെ സായിയും അഭിഷേക് കെയും കൂടി മറ്റവിടെ ഡമ്പൽ ഇട്ടിരിക്കുന്നു. അഭിഷേക് കെ സായി അവിടെ ചായ കുടിക്കുന്നു. സൂപ്പർ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വന്ന്. ചുമ്മാ ഈ തീട്ട കേസുകളിൽ പോയി ഇടപെടണം എന്തിനെന്ന് പറഞ്ഞായിരിക്കും അവർ രണ്ടുപേരും ഇവിടെ മാറിയിരുന്നത്. സത്യം തീട്ട കേസുകളാണ്. എന്തായാലും മറ്റവന്റെ പേഴ്സണൽ സ്പേസ് ഒന്ന് കടന്ന് ഈ ഗബ്രി വിളിക്കണില്ല. ആ സാധനം ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കുക. ഇവന്റെ ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അടിച്ച് അലവീറാന്നു. അവന്റെ പേഴ്സണൽ സ്പേസ് പേടിയൊക്കെ അത് പറഞ്ഞാൽ പോരേടെ. അടിക്കാൻ കണക്കിന് ഓരോരുത്തന്മാർ കയറി വരുമ്പോൾ പേഴ്സണൽ സ്പേസ് എന്ന് നടന്ന് വിളിക്കും. കഴിഞ്ഞ പണ്ട് റോക്കിയും ഇടിക്കാൻ കണക്കിന് കയറി വരുമ്പോൾ പേഴ്സണൽ സ്പേസ് അത് പേടിച്ച് പറയുന്നതാ. പിന്നെ ഈ പറയുന്ന പോലെ ജിൻഡോ വരുമ്പോഴും ഇതുപോലെ തന്നെ, ഈ പറയുന്ന സിബിൻ വന്നപ്പോഴും ഇതുപോലെ തന്നെ പേഴ്സണൽ സ്പേസ് അടി കിട്ടുമെന്ന് പേടിച്ചിട്ടാണ് ആദ്യമേ മുൻകൂട്ടി അറിയണത് എനിക്ക് പേഴ്സണൽ സ്പേസ് എന്ന്. എന്തായാലും കൊള്ളാം. പിന്നെ വേറൊരു കാര്യം, ജാസ്മിന്റെ ഒരു കേസ് ഇന്നലെ എനിക്ക് ഒട്ടും ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല. കാരണം ജാസ്മിൻ കാരണം ഫുഡ് പാഴായി. മനഃപൂർവ്വം ചെയ്തതല്ല. ഓക്കെ, സീരിയസ്ലി മനഃപൂർവ്വം ചെയ്തതല്ല, അത് ഞാൻ യോജിക്കുന്നു. മനഃപൂർവ്വം ഫുഡ് വേണ്ട എന്ന് മനഃപൂർവ്വം കളഞ്ഞതല്ല ഫുഡ്. പക്ഷേ ഫുഡ് എന്ന് പറയുന്ന സാധനം അവിടെ ജാസ്മിൻ കാരണമാണ് ഇന്നലെ പാഴായത്. ആ പാഴായ ഫുഡ് അവർ ജാൻമണി കൊണ്ട് മറ്റേ ഡസ്റ്റ്ബിന്നിൽ തട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ മിനിമം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സോറി അത് ഫുഡാണ് പാഴാക്കിയത്. നീ ഇത്രയും ഈഗോ കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇത് ഈഗോയുടെ എക്സ്ട്രീം ലെവലാണ്. ഫുഡാണ് പാഴാക്കിയത്. മിനിമം ഒരു സോറി, അയ്യോ ഇനി ശ്രദ്ധിക്കില്ല, എനിക്ക് വേണ്ടെങ്കിൽ പറയാം എന്നുള്ള രീതിയിലെങ്കിലും ഒന്ന് മിനിമം ഈ ഈഗോ കാണിക്കാതെ നിനക്ക് അവിടെ സംസാരിക്കാമായിരുന്നു. നീ അത് സംസാരിച്ച ഇല്ല. എവിടെ നിന്റെ ഈഗോ നീ കുത്തിത്തരുവി. എന്തായാലും ഇന്നലെ അവിടെ ഇതിന്റെ പേരിൽ ഇവളുടെ പട്ടി ഷോ ജിൻഡോയുമായിട്ടുള്ള ഒരു ഷോ കാണിക്കാം. ജിൻഡോ അടിച്ച് നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ട് പോകുന്ന ഡയലോഗ് ജിൻഡോ അടിച്ചിട്ടുണ്ട്. ഞാൻ കൊടുക്കാം. നീ സംസാരിക്കുമ്പോ ഇവിടെ ആരും നിനക്ക് വില തരില്ല. പട്ടി വില പോലും തരത്തില്ല. പട്ടിക്ക് ഉണ്ട് ക്വാളിറ്റി. ആ ക്വാളിറ്റി പോലും ഇല്ലാത്തതുകൊണ്ട് നിനക്ക് അവിടെ ആരും ഒരു വിലയും തരുന്നില്ല. എവിടെ ആർക്കാണ് ഗബ്രിക്ക് ഒഴികെ നിന്നെ അവിടെ ആർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതാണ് സത്യം. മനസ്സിലായ? ബാക്കി കൊടുക്കുക. കണ്ട, അവള് കാരണമാണ് അവിടെ ഇന്നലെ ഫുഡ് വേസ്റ്റ് ആയത്. എന്നിട്ട് ഞാൻ ഫുഡ് വേണമെന്ന് പറഞ്ഞ ഫുഡ് മിനിമം ക്വാളിറ്റി കാണിക്കടി. മിനിമം ക്വാളിറ്റി കാണിക്കും. ഇനി ആവർത്തിക്കില്ല. എനിക്ക് വേണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം. ശരി, മറ്റേ അപ്സരയാണ് ഇവർക്ക് വേണ്ടി എന്തോ മാറ്റിയൊക്കെ വെച്ചത്. അപ്സര ചെയ്ത് തെറ്റെന്നല്ല പറയുന്നത്, ലോക തെറ്റെന്നേ പറയത്തുള്ളൂ. കാരണം ഇവൾക്ക് വേണ്ടിയിട്ട് നീ ഫുഡ് എന്തിനു മാറ്റി വെച്ചേ? ഇതുപോലത്തെ കൂറ ടീംസിന് വേണ്ടിയിട്ട് നീ എന്തിനു ഫുഡ് മാറ്റി വെച്ചേ? ഉള്ളതും കൂടി എടുത്ത് തിന്നും കൊണ്ട് നിനക്ക് കമന്ന് നടന്ന് ഉറങ്ങിയാൽ പോരായിരുന്നു. അവസാനം ഇവളുടെയൊക്കെ വായിന്ന് വരുന്ന കണ്ട. ഇതാണ് പറഞ്ഞത്. ഇവളൊക്കെ പക്ക ഈഗോ അങ്ങനത്തെ ഒരു ടീമാണ്. മനസ്സിലായി? ഇവൾക്ക് വേണ്ടി ഒരു തുള്ളി വെള്ളം പോലെ അവിടെ മാറ്റി വെക്കരുത്. ഇന്നലെ DJ സിബിനുമായിട്ട് ഇവള് പുച്ഛിക്കാൻ പോകുന്നത് നിനക്ക് ഒരു ക്വാളിറ്റി ഇല്ലെന്ന് പറയുമ്പോ നീ പിന്നെ പോയിരുന്ന് കരഞ്ഞിട്ട് ഗബ്രിയായിട്ട് പോയി കെട്ടിപ്പിടി. അല്ല, അപ്പൊ ബിഗ് ബോസ് വിളിച്ച് നിന്നെ അകത്ത്, എന്നിട്ട് ഗബ്രിയായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുമ്പോ ബിഗ് ബോസ് പിടിച്ച് നിന്നെ അകത്ത് വിളിച്ചിട്ട് നിനക്ക് കുറച്ച് ബോട്ടേജ് എടുത്ത് അതൊഴുമ്പോ നീ വെളിയിൽ വന്നിട്ട് ഗെയിം കളിക്കണ പോലെ അഭിനയിക്കും. സത്യം, ആ സിബിൻ എന്ന് പറയുന്ന ഗെയിമർ ഈസ് എ ബ്രില്യന്റ് ഗെയിമർ എന്നേ ഞാൻ പറയത്തുള്ളൂ. അവൻ 1.5 കളിയാണ് അവിടെ കളിക്കുന്നത്. അവന് ജാസ്മിനെ അരച്ച് കലക്കി കുടിച്ചാണ് അവൻ വന്നിട്ടുള്ളത്. സത്യം, ജാസ്മിൻ എന്താണെന്ന് അവന് വ്യക്തമായിട്ട് അറിയാം. അവളുടെ എല്ലാ കള്ളത്തനും അറിയാവുന്ന ഒരേ ഒരു പ്ലെയർ ആ ഹൗസിന്റെ അകത്തുള്ളത് സിബിനാണ്. സിബിൻ ഒഴികെ അവിടെ ഒരു മനുഷ്യനും അത്രയും വ്യക്തമായിട്ട് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നലെ ആ ടൈമിൽ എനിക്ക് നിന്റെ അടുത്ത് പുച്ഛമാണെന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ പോകുമ്പോൾ നീ അവിടെ പോയി അവനുമായിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പക്ക ഓപ്പൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി അവൻ തുറന്നങ്ങ് പറയും. അതിൽ വേറെ ഒരു മാറ്റവും ഒരു അപ്പീലും ഇല്ല. മനസ്സിലായത്? അതൊക്കെയാണ് ആ സിബിന്റെ ഒരു ക്യാരക്ടർ. അങ്ങനെയാണ് അവൻ ഉള്ള മുഖത്ത് നോക്കി പറയും. പിന്നെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാം, ആ ഹൗസിന്റെ അകത്തുള്ള ആർക്കും ഈ ജാസ്മിൻ ഗബ്രിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. പിന്നെ ഈ ഗബ്രി എന്ന് പറഞ്ഞാൽ മരവാഴ, അവൻ എന്തെങ്കിലും ഒരു വഴക്കുണ്ടാകുമ്പോൾ പേഴ്സണൽ സ്പേസ് അടി മേടിച്ചിട്ടുള്ള സംഭവം. ഇതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്.
പിന്നെ ഇന്നലെ ഗെയിമിലോട്ട് വരാം. ടാസ്ക് കൊടുത്തപ്പോൾ മറ്റേ കുടം രണ്ട് കയ്യിലും പിടിച്ചിട്ട് ഒരെണ്ണം തലയിലും വെച്ചിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന സെറ്റപ്പായിരുന്നു. എല്ലാവരും അത്യാവശ്യം നിന്നു. പെമ്പിള്ളേരൊക്കെ നേരത്തെ തന്നെ കൈ അഴിച്ച് അവരങ്ങ് പോയി, ഔട്ടായി പോയി. പിന്നെ മറ്റേ ജിമ്മന്മാരെ ഒക്കെ ഉണ്ടല്ലോ, മറ്റേ അഭിഷേകും ഈ പറയുന്ന സായിയും ഒക്കെ. സായിയാണ് അവസാനം വരെ പിടിച്ചിരുന്നു, മാസമായിട്ട് പിടിച്ചിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. അവസാനം വരെ പിടിച്ചിരുന്നു. ഗബ്രി അവിടെ കിടന്ന് മുക്കണം കണ്ട് മുക്കി അവൻ എത്തി. മുക്കി അവസാനം വരെ പിടിച്ചിരുന്നില്ലെന്ന് പറയാനില്ല. മുക്കി അവൻ നിന്നെങ്കിലും അവനെ കാണുമ്പോൾ എനിക്ക് ചിരി വരണം. എന്തോ എനിക്ക് അവനെ കാണുമ്പോൾ ഇപ്പൊ ചിരിയാണ് വരണം മൊത്തത്തിൽ. അത് എന്റെ കുഴപ്പമാണ്. നിങ്ങൾക്ക് പ്രേക്ഷകർക്കും അതേ അഭിപ്രായമാണെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഇവ ഇപ്പൊ എന്തെങ്കിലും അച്ചീവ് ചെയ്താൽ കൂടി എനിക്ക് ചിരിയാണ്. അയ്യേ എന്നുള്ള മൈൻഡ് സെറ്റ് അത് ആയിപ്പോയി, അത് ലോക്കായിപ്പോ. അങ്ങനെ ഗബ്രി എന്തെങ്കിലും ചെയ്താൽ അവൻ നല്ലത് ചെയ്താൽ കൂടി എന്ത് ഈ മൈൻഡ് സെറ്റാണ് എനിക്കിപ്പോ. അത് എന്തെന്ന് അറിയാൻ പാടില്ല. എനിക്കെങ്ങാട്ട് ഒരു നമുക്ക് പേഴ്സണലി അവനെയും ഈ ജാസ്മിൻ ക്യാരക്ടർ രണ്ടുപേരുടെ ഗെയിമിങ് നമുക്ക് ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് അവരെന്തെങ്കിലും നല്ല ചെയ്താലും നമുക്ക് പിടിക്കത്തില്ല. പിന്നെ നല്ല ചെയ്താൽ നല്ലതെന്ന് പറയും. എനിക്ക് പേഴ്സണലി പിടിച്ചില്ലെങ്കിൽ ഞാൻ പറയും. ഇന്നലെ അവൻ അവസാനം ഒരു അറ്റം നിന്ന് ഗബ്രി. പക്ഷെ അവനായതുകൊണ്ട് എനിക്ക് എന്താ ആ ഒരു സെറ്റപ്പ് മനസ്സിലായി. എന്തായാലും സായി ആ സ്ഥാനത്തിൽ വിൻ ചെയ്തു, അവസാനം വരെ നിന്നു, സെറ്റായിട്ട് നിന്നു. പിന്നെ എപ്പിസോഡിൽ ഈ പറഞ്ഞതുപോലെ ഈ ഇന്നലെ ഒരു വഴക്കങ്ങ് ഉണ്ടാവേണം. അവിടെ ക്രിയേറ്റ് ആയ സമയത്ത് തന്നെ എല്ലാം കൂടി കയറി അങ്ങ് പിഴയാണ്. അവിടെ കൂട്ടാടി കിടു ജാസ്മിൻ കയറണം നോറ ഇങ്ങനെ മൊത്തത്തിൽ കയറണം അങ്ങനെ. എന്നിട്ട് ഇന്നലെ നോറ, അർജുൻ, ഈ പറയുന്ന ജിൻഡോ ഒക്കെ ആയിട്ടിരുന്ന് റൂമിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് നോറ എന്തോ ഒരു കാര്യം പറയുമ്പോൾ ജിൻഡോ സാധനം വിട്ട് ഒരു കാര്യം നോറ പറഞ്ഞപ്പോൾ സാധനം വിട്ട് പിന്നെ നോറ അതിൽ കയറി കത്തിപ്പിടിച്ച് തൂങ്ങി. കാരണം അവൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. കാരണം അവള് അങ്ങനെ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തോ പറഞ്ഞപ്പോ ഞാൻ മറന്നു കേട്ടാ, അത് കമന്റ് ചെയ്യണേ, ഞാൻ മറന്നു. അവള് പറഞ്ഞപ്പോ ഇവ അത് ആ വിലയെന്നുള്ള രീതിയിൽ അവൻ വിട്ട് എല്ലാവരും ചിരിച്ചു കളിച്ചു. പക്ഷെ നോറയ്ക്ക് അത് നോറ അത് കുത്തിപ്പൊക്കി സംസാരിച്ചു. പേഴ്സണലി നോറ ഞാൻ തെറ്റൊന്നും പറയത്തില്ല. അവളൊരു കാര്യം സീരിയസ്ലി പറയുമ്പോൾ അവൻ ഈ വിലയാണ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ അവൻ കാണിച്ചപ്പം അവൾക്ക് പേഴ്സണലി പിടിച്ചില്ല. അപ്പൊ ഞാനും ഇങ്ങനെ ചിന്ത എന്തുവായത് ഇങ്ങനെ എന്നുള്ള രീതിയിൽ ഞാനും ഇരുന്ന്. പിന്നെ അവൻ മറ്റേ സിബിനായിട്ടൊക്കെ സംസാരിച്ച് അവൻ പോയി സോറി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ കാര്യം അവിടെ സോൾവ് ആയി. നോറയെ അത് അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ അവളുടെ മുഖത്ത് ആദ്യം ഒരു ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അതങ്ങ് തണുത്ത്. അതെന്തായാലും സോറി പറഞ്ഞു ജിൻഡോ പറഞ്ഞാൽ വളരെ നല്ല കാര്യമായി. തെറ്റാണ് ചെയ്തത്. കാരണം ഒരു റിയാലിറ്റി ഷോയും കൂടിയാണ്. ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഷോയാണ്. അവിടെ വന്നിരുന്നിട്ട് ഇമാതിരി ഒരു വിടുമ്പോൾ അത് വിടുന്നതെന്നല്ല, അത് ഒരാളൊരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അതിന് ഈ വില കൊടുത്ത് വിടുമ്പോൾ അത് മോശമാണ്. അത് സീരിയസ്ലി മോശമാണ്, മനസ്സിലായ? അപ്പോൾ അത് എന്തായാലും ജിൻഡോ സോറി പറഞ്ഞതുകൊണ്ട് നമുക്ക് അത് വേറെ വിഷയമില്ല, അതങ്ങ് വിട്ടുകളാം. അവൻ സോറി പറഞ്ഞ് അവളും അത് അക്സെപ്റ്റ് ചെയ്ത് അതങ്ങ് പോയി, അത്രേ ഉള്ളൂ. പിന്നെ ഇതൊക്കെയാണ് നടന്നത്. എന്തൊരായാലും ഗപ്പറി എന്നിട്ട് ഇതിന്റെ ഇടയിൽ ഗപ്പറി ജാസൂട്ടിയും കൂടി രണ്ടും കൂടി പോയി ഭയങ്കര കെട്ടിപ്പിടുത്ത് അടുക്കളയിൽ. ഇവർക്ക് പോയി ഇപ്പൊ സ്ഥലവും കാലവും പരിസരവും ഒന്നും ബോധമല്ല. ഇപ്പൊ എവിടെ വന്നാലും അപ്പൊ അവിടെ സ്പോട്ടിൽ കെട്ടിപ്പിടുത്തോ ഒക്കെയാണ്. എന്തായാലും കൊള്ളാം. ഭയങ്കര എന്തോ ഇവരുടെ കോംബോ നാട്ടുകാർക്ക് അസൂയ എന്നാണ് ഇവരുടെ വിചാരം. ഈ ഹൗസിന്റെ അകത്തുള്ളവർക്ക് അസൂയ എന്നാണ് ഇവരുടെ വിചാരം. എന്തൊക്കെ പറയാനിടയിൽ ഒരു കോണമില്ലാത്ത സാധനങ്ങളാണ് രണ്ടെണ്ണം. പിന്നെ അടുത്ത് ഇന്നലെ ലൈവിൽ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ലൈവിൽ അതേ സെപ്പറേറ്റ് വീഡിയോ ഇട്ടുണ്ടോ, ഞാൻ പിന്നെ ഇതിലും കൂടി ഒന്ന് ഓടിച്ച് പറഞ്ഞു പോയാൽ. ഈ അർജുനെയും ശ്രീധുവിനെയും കൂടി ഇരുത്തിയിട്ട് റസ്മിൻ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഈ പറയുന്നത് പോലെ ഗബ്രി റസ്മിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നെന്ന് ഇവർ തമ്മിൽ എന്ത് റിലേഷൻ ആണെന്ന്. അപ്പോൾ റസ്മിൻ പറഞ്ഞു ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം അതിൻ്റെ അപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനത്തെ ഉള്ളൊരു ടൈപ്പ് ഇത് ചോദിച്ചു, ലവ് ആണോ എന്തെങ്കിലും ആണോ എന്നൊക്കെ. അല്ല എന്നൊക്കെ പറഞ്ഞു, അവർ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് ശ്രീതു അവിടെ പറഞ്ഞൊരു പക്കാ പോയിന്റ് ഉണ്ട്. ഒരിക്കലും അവരുമായിട്ട്, അതായത് ജബ്രിയും ജാസ്മിനുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അത് അവർക്ക് ഇഷ്ടമല്ല. സത്യം, ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. അത് തെറ്റ് തന്നെയാണ്. കാരണം ശ്രീതുവും അർജുനും ഒന്നും ഒരിക്കലും ഈ രണ്ട് വൃത്തിയായിട്ട് ജന്തുക്കളും പെരുമാറുന്നത് പോലെ അല്ല ഹൗസിൻ്റെ അകത്ത് പെരുമാറുന്നത്. അതുകൊണ്ട് ഒരിക്കലും അവരായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു കാരണവശാലും ഈ പറയുന്നത് പോലെ ശ്രീതുവും അർജുനും തമ്മിൽ ഈ പറയുന്ന ജാസ്മിനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പാരിസണും അല്ല, മനസ്സിലായി? കാരണം അവർ തമ്മിൽ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഇനി അവരുടെ റിലേഷനിൽ ആയാൽ കൂടി അതിന് അവരൊരു മാന്യത കീപ്പ് ചെയ്യും, മനസ്സിലായോ? ഇത് ഒരു മാന്യതയില്ല, ഒരു പരിസരബോധവും ഇല്ലാതെ എന്തോ അപ്പിക്കുഞ്ഞുകൾ രണ്ടും കൂടി എന്തിനു കാണിക്കണം എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ആയിട്ടാണ്.